ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിവിടെ പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ പോവുകയാണ്. വരും നമുക്കൊന്ന് നോക്കിയാലോ. എല്ലാവർക്കും പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ അറിയാം. എന്നാലും എൻ്റെ മെത്തേഡിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരുവാണ്. ഇവിടെ ഞാൻ നല്ലൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി വലിയ ഉള്ളി എടുത്ത്, ഒരു 4 പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാമേ. ഞാനിങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ ഇവിടെ പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചേ. ഞാൻ പാവയ്ക്ക എടുത്തൊരു ചരുവത്തിനകത്തോട്ട് ഇട്ട് അതിനകത്ത് ഞാൻ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരിയും വെളിച്ചെണ്ണയും ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാമേ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാമേ. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. ഇതിലെല്ലാം ഒന്ന് പെരളട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഉപ്പിൽ പറ്റിക്കാമേ. നമ്മൾ പാവയ്ക്ക ഉപ്പിൽ പറ്റിക്കാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇവിടെ പാവയ്ക്ക ഉപ്പിൽ പുരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഞാനിത് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ എണ്ണ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ കടായി അടുപ്പത്തോട്ട് വെച്ചു. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അടുത്തോട്ട് തന്നെ ഞാൻ 1 സ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ചേർക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ അടുപ്പത്തോട്ട് വെച്ച് അങ്ങനെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.